നമസ്കാരം. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് വന്നിരിക്കുകയാണ്. BJP 50 സീറ്റുകളിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏകദേശം ഈ 50 സീറ്റിലും വിജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം പരമാവധി നിസ്സാരം വോട്ടുകൾ മാത്രമാണ് ഇനി എണ്ണാനുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് കനൽ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, കനൽ ഒരു തരി, ഈ കനൽ ഒരു തരി എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എല്ലാവരും ഉപമിക്കുക. ഈ ഹരിയാനയിലെ 90 സീറ്റുകളിൽ 89 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ കോൺഗ്രസ് CPM-നെയും പിന്തുണച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവര് ഹരിയാനയിലും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. കേരളത്തിലേക്ക് പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്കറിയാം. പക്ഷെ ഈ സമയത്ത് ഈ ഒരു മണ്ഡലത്തിൽ ആദ്യഘട്ടം CPM മുന്നിട്ട് നിന്നതാണ്. CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ഓം പ്രകാശ് ആണ് അവിടെ മത്സരിച്ചത്. വളരെ വർഷങ്ങളായിട്ട് CPM-ൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹരിയാനയിലെ പ്രമുഖനായിട്ടുള്ള CPM-ന്റെ ഒരു കാര്യകർത്താവാണ്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ ഒരു കാര്യം അവിടെ വ്യക്തമായി. BJP-യുടെ ഘനശ്യാം സറഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ നിലവിലെ MLA. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും അവിടെ ഭിവാനിയിൽ മത്സരിക്കുന്നത്. ഭിവാനി എന്നാണ് ഈ ഒരു മണ്ഡലത്തിന്റെ പേര്. അപ്പൊ ഭിവാനിയിലെ BJP-യുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ഘനശ്യാം സറഫ് തന്നെ അവിടെ മുന്നിട്ട് നിൽക്കുന്നു. ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 32,000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡാണ് ചെയ്തിരിക്കുന്നത്. CPM ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് പറഞ്ഞ ഒരു മണ്ഡലമാണ്. ഹരിയാനയിൽ CPM-ന്റെ ഒരു തിരിച്ചറിവ് പറയുകയായിരുന്നു ഈ ഒരു മണ്ഡലത്തിലൂടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു CPM-നെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആനമുട്ടയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന അടുത്ത ഒരു ഉദാഹരണം കൂടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു തർക്കവും വേണ്ട, BJP തന്നെ ഹരിയാനയിൽ CPM-ന്റെ ആ ഒരു കനല് പൂർണ്ണമായിട്ടും കെടുത്തിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. വിജയസാധ്യതക്കുപരിയായിട്ട് സർവേ ഫലങ്ങളിൽ CPM-ന് സീറ്റ് പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവേ ഫലങ്ങൾ മുഴുവനും CPM-ന് സീറ്റ് പറഞ്ഞിരുന്നതാണ്. കൂടാതെ കോൺഗ്രസിന്റെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും. 10 വർഷത്തിന് ശേഷം മുന്നേറുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ അവിടെ നടത്തിയ പ്രചരണങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും ഹരിയാനയിൽ 50ഓളം സീറ്റുകൾ വരെ നേടാം എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇത് ഏറ്റവും മുഖ്യമായിട്ട് നമ്മളെല്ലാവരും രാവിലത്തെ ഒരു 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. ഈ ട്രെൻഡ് നോക്കുമ്പോൾ 74 സീറ്റുകൾ വരെ കോൺഗ്രസ് ലീഡ് ചെയ്യുകയും BJP 7, 8, 9 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്തത്. പിന്നീട് അത് സ്വാഭാവികമായിട്ട് BJP കുറേശ്ശെ കയറി 18 സീറ്റും 17 സീറ്റൊക്കെ ആയ സമയത്താണെങ്കിൽ പോലും 50-ന് മുകളിൽ സീറ്റുകൾ ഈ പറയുന്ന കോൺഗ്രസ് അവിടെ ലീഡ് ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. BJP അവിടെ മുന്നേറാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 51 സീറ്റ് വരെ എത്തി നിൽക്കുന്നുണ്ട് ലീഡ് നില. അത് 49-ഉം 50-ഉം 51-ഉം ഇങ്ങനെ ഈ ഒരു 3 സംഖ്യയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക, ഹരിയാനയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ എല്ലാ കള്ളത്തരങ്ങളും അത് പൂർണ്ണമായിട്ട് പൊളിച്ചടക്കാൻ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് തങ്ങൾ എന്താണോ ആവശ്യം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണോ വെച്ചത്, അത് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രധാനമായിട്ടും നമ്മൾക്കറിയാം, കർഷക സമരത്തിന്റെ ഈറ്റില്ലമായിരുന്നു ഈ പറയുന്ന ഹരിയാന. വർഷങ്ങളായിട്ട് 2020 സമയം മുതൽക്കേ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണ പദ്ധതികൾ കർഷക സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് പല രീതിയിൽ ഉത്തർപ്രദേശിലേക്കുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദില്ലിയിലുണ്ടായിരുന്നു, ഹരിയാനയിലുണ്ടായിരുന്നു, പഞ്ചാബിലുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കർഷക സമരം എല്ലാ സ്ഥലങ്ങളും, ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും നടക്കുന്ന ഒരു സമരമായിട്ട് കർഷക സമരം മാറിയിരുന്നു. പഞ്ചാബിലെ തന്നെ അല്ലെങ്കിൽ ഹരിയാനയിലെ തന്നെ പല ഖാലിസ്ഥാൻ വാദ മനോഭാവമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരത്തിനുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും ഖാലിസ്ഥാൻ വാദ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സമരമുഖത്ത് വലിയ രീതിയിൽ നിന്നിരുന്ന ആളുകൾ സാധാരണ കർഷകരെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എന്നുള്ളതിൽ തർക്കമില്ല. 2019-ൽ 10 പാർലമെന്റ് സീറ്റുകളുള്ള ഹരിയാനയിൽ 10-ലും BJP-യാണ് വിജയിച്ചത്. ഒരു പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ഇത് നേടിയെടുക്കുക എന്നുള്ളതിനാണ്. പക്ഷേ ഇത്തവണയും അങ്ങനെ ഏകദേശം നടക്കുമെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു 6 മുതൽ 7 അല്ലെങ്കിൽ 8 വരെ സീറ്റുകൾ വരെയും പാർലമെന്റിൽ BJP നേടിയെടുക്കുന്നതായിരുന്നു. ഒരു 1, 2, 3 സീറ്റുകൾ വരെയും കോൺഗ്രസ് നേടാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്തി. 10-ൽ 5 സീറ്റുകൾ കോൺഗ്രസും 5 സീറ്റ് BJP-യുമായിട്ട് വിഭജിച്ചു
വിഭജിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പാർലമെന്റ് ഇലക്ഷൻ. പക്ഷേ ആ ഒരു തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു എല്ലാവരും പൊതുവെ പറഞ്ഞു, രാഷ്ട്രീയ നിരീക്ഷകന്മാരടക്കം പറഞ്ഞത് ഹരിയാനയിൽ BJPയുടെ പരാജയമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് മുതൽക്കേ വരുന്ന നിരവധി സർവേകൾ, ഒരു സർവേയിൽ പോലും പാർലമെന്റ് ഇലക്ഷന് ശേഷം ഹരിയാനയിൽ BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ സർവേ ഫലങ്ങൾ അടക്കം പൂർണ്ണമായിട്ടും, അത് എല്ലാ സർവേകളും പറയുന്നത് 45 മുതൽ 60 വരെ സീറ്റുകൾ നേടിയെടുക്കാം ഹരിയാനയിൽ കോൺഗ്രസ് എന്ന്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ ഇവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് BJP മറികടന്നതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു രീതിയിലും ഒരു കുടുംബത്തെ പോലും മാറ്റി നിർത്താതെ മുഴുവൻ ഗൃഹസമ്പർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. കൂട്ടത്തിൽ BJPയുടെ വ്യാപകമായിട്ടുള്ള അംഗത്വ വിതരണം, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആരംഭം കുറിച്ചത്. ഇത് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനയുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിച്ച് നിരവധി ആളുകളെ BJPയിൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് പോലും മെമ്പർഷിപ്പ് പിടിപ്പിച്ച് കൊണ്ടുവരുന്നു. കൂട്ടത്തിൽ പാർട്ടിയുടെ വിശദീകരണ യോഗങ്ങൾ നടക്കുന്നു. ഒരു MLA ആയിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെല്ലാം തന്നെ ഹരിയാനയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഹരിയാന മുതൽ അല്ലെങ്കിൽ ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സംവിധാനങ്ങളെല്ലാം തന്നെ ദില്ലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു അതിർത്തി സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ദില്ലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് BJPക്ക് അറിയാം. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ മെട്രോ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഹരിയാനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും അതിന്റെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് 19ാമത്തെ ഗഡു, അത് കർഷകർക്ക് ലഭിക്കുന്ന 2000 രൂപ വീതമുള്ള സംവിധാനം, അത് പൂർണ്ണമായിട്ടും ഈ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടും കർഷകരിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതെല്ലാം BJPക്ക് അവിടുത്തെ കർഷകരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു മതിപ്പുണ്ടാക്കി. മറ്റുള്ളവർ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പിന്തുണ BJP നേടിയെടുത്തത്. കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, കഴിഞ്ഞ വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് BJPക്ക് 40 സീറ്റുകളാണ് ഉണ്ടായത്. അത് ഈ 40 സീറ്റുകൾ വലിയ രീതിയിൽ തന്നെ ജാട്ട് വിഭാഗത്തിന്റെ എതിർപ്പ് മൂലം അത്രയ്ക്ക് ആയുള്ളൂ. അതൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താൻ സാധിച്ചില്ല. INLDയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് BJPയുടെ അധികാരത്തിൽ വന്നത്. പിന്നെ അതിനുശേഷം INLD BJPയുടെ പിന്തുണ നിരുപാധികം അത് ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മറ്റ് സ്വതന്ത്രരെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ട് ഭരിക്കാനായിട്ട് BJPക്ക് സാധിച്ചത്. കൂട്ടത്തിൽ ഈ ജാട്ട് വിഭാഗത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ കോൺഗ്രസ് നടത്തി ജാതീയമായിട്ടുള്ള വലിയ വേർതിരിവ് ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ഇതാണ് ഹരിയാനയിൽ സംഭവിച്ചത്. ഈ ജാതീയ സെൻസസ് നിരന്തരമായിട്ട് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ജാട്ട് വിഭാഗത്തെ, ഏകദേശം 22% വരുന്ന ജാട്ട് വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒരു പരിധിവരെ ജാട്ടുകൾ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും, പക്ഷേ ജാട്ടുകൾക്കുപരിയുള്ള മുഴുവൻ ആളുകൾ, ഏകദേശം 12% സവർണ വോട്ട് വിഭാഗം, ബ്രാഹ്മൺസിന്റെ വോട്ടുണ്ട്. ബാക്കി ദളിതരും മറ്റുള്ള ക്ഷത്രിയ വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും, OBC വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും BJPക്കൊപ്പം കുടി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ കാണാൻ സാധിച്ചു. അപ്പൊ പൂർണ്ണമായിട്ടും ജാതീയമായിട്ടുള്ള വേർതിരിവുണ്ടാക്കി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരാമെന്നുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം പൂർണ്ണമായിട്ട് ജനങ്ങൾ വലിച്ചു കീറി കളയുന്ന അവസ്ഥയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്.